ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ചിക്കൻ പിസ്സയാണ്. നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 1.5 കപ്പ് മൈദയാണ്. അതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ ഈസ്റ്റും, ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് അല്ല, അല്ലാത്ത ഈസ്റ്റാണ്. 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും, സൺഫ്ലവർ ഓയിൽ ആവശ്യത്തിന് ഒഴിക്കണം. ഞാൻ ആദ്യം 1.5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചത്, പക്ഷേ കുഴയ്ക്കുന്ന സമയത്ത് നമുക്ക് സൺഫ്ലവർ ഓയിൽ ആവശ്യമായിട്ട് വരും. ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് ഒറിഗാനോ എടുത്ത് നന്നായിട്ട് കൈടവെള്ളമിട്ട് തിരുമി അത് പൊടിയിലേക്ക് ഇടണം. ചെറിയ ചൂടുവെള്ളം എടുത്ത് വേണം ഇത് കുഴയ്ക്കാൻ. ഒരുപാട് ചൂടായി പോകരുത്. ചെറിയ ചൂടുവെള്ളത്തിൽ അത് കുഴച്ചെടുക്കണം. കുറച്ചാകുമ്പോൾ അത് ഒട്ടുമ്പോൾ നമ്മൾ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ അതിലേക്ക് ഒഴിച്ച് അത് നന്നായിട്ട് കുഴച്ചെടുത്ത് നമ്മുടെ ചപ്പാത്തി ബോളിനെക്കാട്ടി നന്നായിട്ട് ലൂസായിട്ടുള്ള പരുവായിട്ട് വേണം കുഴച്ചെടുക്കാൻ. അങ്ങനെ കുഴച്ചെടുക്കണം, നന്നായിട്ട് കുഴച്ചെടുക്കണം. കുഴച്ചെടുത്ത് അതൊരു 2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നിട്ട് വേണം നമ്മളിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കാൻ. 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ മാവ് നന്നായിട്ട് പൊങ്ങി കിട്ടും. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണെങ്കിൽ മാവ് നന്നായിട്ട് ഒന്നുകൂടെ പൊങ്ങി കിട്ടും. ഇനി നമുക്ക് അതിൻ്റെ സോസ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തേക്ക് 2 തക്കാളിക്കയാണ്. തക്കാളിക്കയുടെ ചെവിട് ക്രോസ് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ക്യാപ്സിക്കം, പിന്നെ ഒരു സവാള 4ആയിട്ട് കഷ്ണിച്ചത്, 2 അല്ലി വെളുത്തുള്ളി വേണമെങ്കിൽ 1 അല്ലിയും കൂടെ കൂടുതൽ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. അതിലേക്ക് ഒരു 3/4 ഗ്ലാസ് വെള്ളം കൂടെ ആഡ് ചെയ്ത് ഒരു 3-4 വിസിൽ അടിക്കുന്നിടം വരെ കുക്കറിൽ വെച്ച് വേവിച്ചെടുക്കണേ. വേറൊന്നും അതിനകത്ത് ആഡ് ചെയ്യണ്ട. എന്നിട്ട് ഇതെല്ലാം വെന്ത് കഴിയുമ്പോൾ തക്കാളിക്കയുടെ തൊലിയെല്ലാം കളയണം. ബാക്കിയുള്ള ഐറ്റം കൂടി മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായിട്ട് അരച്ച് പേസ്റ്റ് പരുവത്തിൽ എടുക്കണം. ആവശ്യത്തിന് വെള്ളം കൂടെ ചേർക്കണം. ഞാൻ പക്ഷേ ഈ ഭാഗം എത്തിയപ്പം ഈ സോസ് നമ്മൾ തവയിൽ വെച്ച് ചൂടാക്കുമ്പോൾ ആദ്യം കുറച്ച് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് അതിലേക്ക് ഇച്ചിരി മുളക് പൊടിയും ഇച്ചിരി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് വേണം അത് തിളപ്പിക്കാൻ. എന്നിട്ട് വേണം അത് ചൂടാക്കി പറ്റിച്ചെടുക്കാൻ. ഇനി നമ്മൾ ചിക്കൻ്റെ മാരിനേറ്റ് ചെയ്യുന്നതാണ് ചെയ്യാൻ പോകുന്നത്. ചിക്കൻ ചെറിയ പീസാക്കിയിട്ട് അതിലേക്ക് മുളക് പൊടി, ഉപ്പ്, കോൺഫ്ലവർ, ടൊമാറ്റോ സോസ് ഉള്ളവർക്ക് ടൊമാറ്റോ സോസ് ഇതിലേക്ക് ആഡ് ചെയ്യാം. എൻ്റെ ടൊമാറ്റോ സോസ് ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ പഞ്ചസാരയാണ് ആഡ് ചെയ്തത്. എന്നിട്ട് അത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ച് ഒരു 1/2 മണിക്കൂർ വെച്ചിട്ട് അത് ഫ്രൈ ചെയ്തെടുക്കണേ. ചെറിയ പീസായിട്ട് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. കോൺഫ്ലവർ ഇട്ടേക്കുന്നതുകൊണ്ട് തമ്മിൽ ഒട്ടിപ്പിടിക്കുകയോ കരിഞ്ഞു പോകുക അങ്ങനെയുള്ള പ്രശ്നമൊന്നും വരത്തില്ല. നല്ല രീതിയിൽ അത് ഫ്രൈ ആയി കിട്ടും. എന്നിട്ട് അത് ഫ്രൈ ചെയ്ത് അത് ഫുള്ള് ഫ്രൈ ചെയ്തെടുക്കണേ. 2 മണിക്കൂർ വേണം നമ്മൾ ഈ കുഴച്ച് വെക്കുന്ന മാവിൻ്റെ ഡോ പൊങ്ങാൻ വേണ്ടിയിട്ട് വെക്കാൻ. അത് 2 മണിക്കൂർ വെച്ച് കഴിയുമ്പോൾ നന്നായിട്ട് പൊങ്ങിക്കിട്ടും. ഇത് ഞാൻ ചെയ്യാൻ പോകുന്നത് സ്റ്റൗ ടോപ്പിലാണ്, ഓവനിലല്ല. അതിന് വേണ്ടിയിട്ടൊരു തവ മതി. ഒരു ദോശക്കല്ലും ഉണ്ടെങ്കിൽ നമുക്ക് സ്റ്റൗവിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. കുട്ടികൾക്കൊക്കെ ഇപ്പോൾ വെക്കേഷനല്ലേ, വൈകിട്ട് നമുക്ക് സ്നാക്കായിട്ട് ചെയ്ത് കൊടുക്കാവുന്ന കാര്യമേ ഉള്ളൂ ഇതൊക്കെ. അങ്ങനെ മാവ് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി അത് അതിനകത്തുനിന്ന് എടുത്തിട്ട് നമ്മൾ ഒരു തവയെടുത്ത് അതിലേക്ക് ഒരല്പം എണ്ണ തടവി അതിൽ ഈ മാവിങ്ങനെ പരത്തി എടുക്കണം. ഓരോ സൈഡും പരത്തി എടുക്കണം. എന്നിട്ട് അതിൽ നമ്മൾ ഫോർക്ക് വെച്ചിട്ട് കുത്തി അതിനെല്ലാം ഹോൾ ഇട്ട് കൊടുക്കണം. അതിൻ്റെ ടോപ്പിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സോസ് ആവശ്യത്തിന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ടോപ്പിലായിട്ട് ഞാൻ ഈ ചീസാണ് എടുത്തിരിക്കുന്നത്. ഈ ചീസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. സ്പ്രെഡ് ചെയ്തിട്ട് അതിൻ്റെ പുറത്തേക്ക് ചിക്കൻ പീസെല്ലാം നിരത്തി വെക്കുക. ചിക്കൻ വെച്ചതിന് ശേഷം നമ്മൾ വീണ്ടും ചീസ് കുറച്ച് ആഡ് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ പുറത്തേക്ക് കുറച്ച് ഒറിഗാനോ ഇട്ട് കൊടുക്കണം. അതിൻ്റെ മുകളിലായിട്ട് ഒലിവ്സ് വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിൽ ക്യാപ്സിക്കം കട്ട് ചെയ്തതും വെച്ച് അതിൻ്റെ മുകളിൽ കുറച്ച് ചീസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. മൊത്തം ചീസിൻ്റെ കളിയാണിതിൽ. എന്നിട്ട് ഒരു ദോശക്കല്ല് ചൂടാക്കി വെച്ചേക്കുക. അതിൻ്റെ പുറത്ത് ഈ തവ വെച്ച് അടച്ച് നല്ല വെയിറ്റ് ഇതിൻ്റെ പുറത്ത് വെച്ച് കൊടുക്കണം. എന്നിട്ട് നമ്മുടെ പിസ്സ ബേക്കായി കിട്ടും. അത് ഒരു 20 മിനിറ്റെങ്കിലും ആദ്യം കുറഞ്ഞ തീയിലും പിന്നെ ഫുൾ തീയിലും ഇട്ട് പിന്നെ അത് സിമ്മിലിട്ട് ആ ചൂട് തട്ടി അടപ്പ് വരെ ചൂടാകുന്ന രീതിയിൽ ആയി കഴിയുമ്പോഴേ അതിൻ്റെ ടോപ്പ് വെന്ത് കിട്ടത്തുള്ളൂ. അത് ശ്രദ്ധിക്കണം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ വീണ്ടും ഒരു റെസിപ്പിയായിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും താങ്ക് യു.